തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ മാറിയതിനു ശേഷം ചില കാര്യങ്ങൾ അനധികൃതമായി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടപെടുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹാർബർ വാർഡ്, കോവളം നിയോജകമണ്ഡലത്തിലെ ഹാർബർ വാർഡിലുള്ള മതിപ്പുറം ആ പ്രദേശത്ത് 1-2 ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റ് അടിസ്ഥാനത്തിൽ അവിടെ സന്ദർശനം നടത്തി. വരുന്ന ആളുകൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഞാൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല ഇവിടുത്തെ ഇന്നത്തെ വിഷയമായതുകൊണ്ട് അത് ആവർത്തിക്കുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരുപാട് നാളായി ഞങ്ങളുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കയ്യിലും ഡെപ്യൂട്ടി മേയറുടെയും സെക്രട്ടറിയുടെയും മേയറുടെ ഓഫീസിൽ ഉൾപ്പെടെ നിരവധി കംപ്ലൈൻറ്റുകൾ നമ്മുടെ മാർക്കറ്റുകളെ കുറിച്ച് ലഭിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ലഭിക്കുന്നത് പാളയം മാർക്കറ്റിനെ കുറിച്ചാണ്. പാളയം മാർക്കറ്റിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ നമ്മളെ പോലെ തന്നെ അറിയാം, അവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടക്കുകയായിരുന്നു. അതിൽ തന്നെ പോരായ്മകളുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിരുന്നു. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള മാർക്കറ്റുകൾ ലേലത്തിന് പലരും എടുക്കാറുണ്ട്. തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ മാർച്ച് 31 കാലാവധി കഴിഞ്ഞ പലതും 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. കാരണം കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലുള്ളതും ആ സമയത്ത് ലേലം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസം 6-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയിട്ട് ലേലം ചെയ്ത് പുതിയ ആൾക്കാർക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള സമയം. അപ്പോൾ ഈ മാസം അവസാനം വരെയാണ് നീട്ടിക്കൊടുത്തത്. ഈ സമയത്തൊക്കെ തന്നെ കരാറിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ പണപ്പിരിവ് നടത്തുന്നതായിട്ടുള്ള വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. ഒരു കൂട്ടം മേര് പച്ച വിൽക്കുന്നതിന് 500 രൂപ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നൊന്നര തുടങ്ങിയല്ല, 45 വർഷമായിട്ട്. 45 വർഷം ഒരു പക്ഷേ 500 ആയിരിക്കില്ല, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുടെ കൈവശം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു കച്ചവടം നടത്തുന്ന വനിത അന്ന് പരാതിപ്പെട്ടു. സെക്രട്ടറി അപ്പം തന്നെ അന്വേഷിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ പരാതി വസ്തുതാപരമാണെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ പിരിവുകളും നിർത്തിവെക്കാൻ ഒരു ഉത്തരവ്. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ പേരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ സന്ദർശനം നടത്തി. ആ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ബോധ്യമായത്, നോട്ടീസ് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള എല്ലാ പിരിവും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. ആ സമയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് വസ്തുതകളുണ്ട്, അവിടെ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല റൂമുകൾക്കും പല കടമുറികൾക്കും അവിടെ കച്ചവടം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതിനൊന്നും തന്നെ എയർ ഹോളില്ല, എയർ സർക്കുലേഷനുള്ള ഒരു സാധ്യതയുമില്ല, മുകളിലേക്ക് പോയിട്ട് ആൾക്കാർക്ക് സാധനം വാങ്ങാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ നിരവധി കടമുറികൾ, ഒരു 100 കുറയാത്ത കടമുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, കണ്ണായ സ്ഥലത്ത്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണല്ലോ പാളയം കണ്ണിമേറ മാർക്കറ്റ്, ഏറ്റവും പാരമ്പര്യമുള്ളതാണ്. അവിടെ ഇത്രയും കോടി രൂപ മുടക്കി ഒരു കെട്ടിടം കെട്ടിയിട്ടിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു കട പോലും ആരും ഒരാവശ്യത്തിന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് അശാസ്ത്രീയത. അതിന് ചില കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്നലെ ചർച്ച നടത്തി, ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ച നടത്തി. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട മറ്റു ചില കാര്യമാണ്, ഈ 3 നില കെട്ടിടത്തിലേക്ക് കയറി പോകാൻ വേണ്ടി വളരെ വീതിക്കുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. ഈ സ്റ്റെയർ കേസൊക്കെ കെട്ടിയതിന് ശേഷം ആ സ്റ്റെയർ കേസിന്റെ മുൻപിൽ ചിലർ അവരുടെ കയ്യൊപ്പുണ്ട്. നിരവധി കാലങ്ങളായി അവിടെ വിലസുന്ന ചില പ്രാദേശിക സംഘങ്ങൾ അവരുടെ കയ്യൊപ്പ് കൊണ്ട് ഇവിടെയൊക്കെ തന്നെ അനധികൃത നിർമ്മാണം നടത്തി കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ നിയമവിരുദ്ധമായിട്ട് മാംസ വിൽപ്പനയും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളും നടത്തുകയാണ്. ഇതിൽ പലരും ഇങ്ങനെ കട കെട്ടിയിട്ടിട്ട് 1000 രൂപ 2000 രൂപ ഓരോ ദിവസത്തേക്ക്, ഒരു ദിവസത്തേക്ക് 1000, 2000, 3000 രൂപയ്ക്ക് പല ബിനാമികൾ പേരുകളിലും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീണ്ടും ചേർന്ന ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ യോഗത്തിൽ അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആദ്യഘട്ട നടപടി ആരംഭിച്ചു. ഞായറാഴ്ച ആയിരുന്നിട്ടും ആ പ്രശ്നത്തിൻ്റെ ഗൗരവം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഇന്ന് ഡ്യൂട്ടി നിശ്ചയിച്ച് ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലെ ആവശ്യമായ ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനിയും ചെയ്യാനുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നാളെ കൂടുതൽ രേഖകൾ, കാരണം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതായതുകൊണ്ട് പല ജീവനക്കാരുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും രേഖകൾ വാങ്ങി പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല.
ഇന്നലെ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണമെന്ന് തോന്നിയ ബോധ്യമായ കെട്ടിടങ്ങളാണ് അല്ലെങ്കിൽ നിർമ്മാണങ്ങളാണ് ഇന്ന് പൊളിച്ചത്. വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പൊളിച്ചു മാറ്റും. ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തന്നെ ആ വസ്തുക്കൾക്ക് നാശം വരാതെ അതിനെ പൊളിച്ചു മാറ്റണം. അങ്ങനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മതിയായ രേഖകൾ സഹിതം മതിയായ ഘടകങ്ങൾ ഹാജരാക്കി ലൈസൻസ് നേടുക. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് കിട്ടേണ്ട ലൈസൻസ് കിട്ടുന്നില്ലെങ്കിൽ ഭരണസമിതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിലിടും. അല്ലാതെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റണം. അങ്ങനെയുള്ള നിർമ്മാണങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. കോർപ്പറേഷന് ഒന്നും പൊളിച്ചു മാറ്റുവാനുള്ള ആഗ്രഹമില്ല. പക്ഷേ അത് തുടർന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോകും. ഇക്കാര്യങ്ങളാണ് സൂചിപ്പിക്കുക. നടപടികൾ ഇനിയും തുടരും. ഈ തൊഴിലാളികൾ പറയുന്നത്